എത്താം. ശ്രീ ഷാഫി ചാലിയം, ലവ് ജിഹാദിൽ ഒരു കേസുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റകൃത്യമായ ഒരു ക്രൈമായിട്ട് ഇന്ത്യൻ പീനൽ കോഡിലില്ല, ഭാരതീയ ന്യായ സംഹിതയിലില്ല. അതുകൊണ്ട് ഇതില്ല എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അതിനർത്ഥം ഇങ്ങനെ ഒരു വിഷയം ഇവിടെ നടക്കുന്നതല്ല എന്നാണ് ഈ വാദം ഉന്നയിക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ 3 കേസ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പറയുന്നത്. പുറത്ത് പറയാൻ കഴിയുന്നില്ല, ഇത് ഒറ്റപ്പെടുത്തുകയാണ് ആ കുട്ടികളുടെ വീട്ടുകാരെ. സഭാ അധ്യക്ഷന്മാർ പലതവണയായി സർക്കാരിന് മുന്നിൽ ഈ വിഷയം എത്തിച്ചിട്ടുണ്ട്, നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുണ്ട്, പറയാത്തതല്ല. അതായത് ഈ നടക്കുന്നതൊക്കെ വെറുതെയുള്ള പ്രസ്താവനകളല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം മുന്നിൽ വെക്കുകയാണ് എന്നാണ് പറയുന്നത്. കോടതി പറഞ്ഞത്, NIA പറഞ്ഞത് ഒക്കെ ഇങ്ങനെ ഒരു ക്രൈമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ടാണ്, അതല്ലാതെ ഇങ്ങനെ ഒരു വിഷയം നടക്കാത്തത് കൊണ്ടല്ല എന്നാണ് പറയുന്നത്. മറുപടി. ഈ ലവ് ജിഹാദ് എന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേര് ആരാണ് ചാർട്ട് ചെയ്തത്? അതൊന്ന് കണ്ടെത്തണ്ടേ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല എന്ന് പറഞ്ഞു, IPC ഇല്ല, CRPC ഇല്ല, ഇനി പുതിയതായിട്ടുണ്ടാക്കിയ പിന്നെ കുറെ നിയമങ്ങളുണ്ട്. ആരെങ്കിലും ഇതിനൊരു കർത്താവ് വേണ്ടേ? അല്ല ശ്രീ ഷാഫി ചാലിയം, ഞാൻ അറിഞ്ഞിടത്തോളം അത് പോലീസ് കോയിൻ ചെയ്തതല്ലേ? പോലീസ് ജസ്റ്റിസ് KT ശങ്കറിന്റെ മുന്നിൽ എത്തിയ ആ റിപ്പോർട്ടിനകത്തല്ലേ റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് മൂവ്മെന്റ് എന്ന് കേസിനകത്ത് വന്നത്? അതാണല്ലോ വളരെ കൃത്യമാണ്. പിന്നെ ജസ്റ്റിസ് ശങ്കരൻ ഇത് സംബന്ധമായിട്ട് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിൽ ഒട്ടേറെ, അതായത് അദ്ദേഹത്തിന്റെ മുന്നിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴും സംഘപരിവാറും കാസയൊക്കെ ജസ്റ്റിസ് ശങ്കരന്റെ നിരീക്ഷണങ്ങളായിട്ട് അത് പലയിടത്തും വ്യാഖ്യാനിക്കുന്നുണ്ട്. ജസ്റ്റിസ് ശങ്കരൻ പറഞ്ഞത് എന്റെ മുന്നിൽ എത്തിയ ആരോപണങ്ങൾ ഇന്ന കാര്യങ്ങളാണ്, ഇത് വസ്തുനിഷ്ഠമായി ഇങ്ങനൊരു സംഗതി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആരാണ് പരിശോധിക്കുന്നത്? ജേക്കബ് ന്യൂസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ 14 ജില്ലാ പോലീസ് തലവന്മാരും അടങ്ങുന്ന വമ്പൻ ടീമാണ് അന്വേഷിക്കുന്നത്. ആ അന്വേഷിച്ച് പറഞ്ഞു, ഇത് ഇങ്ങനെ ഈ പേരിനൊക്കെ ആരാണ്? ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പിന്നെ ഈ മതപരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അത് പിന്നെ ഈ ജിഹാദ് എന്ന ഒരു സാധനം എന്താ ജിഹാദിന്റെ അർത്ഥം? നമ്മളിപ്പോ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം. ജിഹാദ് എന്ന് പറഞ്ഞ എന്തോ വാളോ കുന്തോ മെഷീൻ ഗണ്ണോ എന്ന രീതിയിലാണ്. അതൊരു അറബി വാക്കാണ്. സ്വന്തം മനസ്സിലുള്ള തിന്മയോട് നടത്തുന്ന പോരാട്ടത്തിനെ അറബിയിൽ വിളിക്കുന്ന പേരാണ് ജിഹാദ്. അപ്പൊ പ്രണയവും സ്വന്തം ശരീരത്തിലെ തിന്മകളോട് നടത്തുന്ന പിന്നെ പോരാട്ടത്തിന്റെ പേരായ അറബി വാക്കായ ജിഹാദ് ഇതെങ്ങനെ ചേർത്ത് വെക്കാൻ കഴിയാ? പ്രണയം എന്ന പറഞ്ഞ സാധനം കുറ്റകരമാണെന്ന് വിലക്കിയ ഒരു മതമാണ് ഇസ്ലാം. ഖുർആനും ഹദീസിലും അന്യ പെണ്ണിനെ നോക്കാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല, വിവാഹശേഷം നിങ്ങൾ പ്രണയിച്ചോളൂ എന്നാ പറഞ്ഞത്. അപ്പൊ പ്രണയിച്ചാൽ തന്നെ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ പോവുകയാണ്. അങ്ങനത്തെ ഒരു മതമാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ജിഹാദ് നടത്തി പ്രണയിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, തലയിൽ എന്തെയുള്ള ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത്? ഏതോ ഒരു മനോരോഗിയുടെ മനോവൈകല്യത്തിന്റെ ഭാഗമായി എവിടുന്നോ ഒരു കാറ്റിൽ അപ്പൂപ്പന്താടി പോലെ പാറി വീണ് പലരുടെയും മനസ്സിൽ ഭീതി വിതച്ച ഒരു വാക്കാണത്. നമ്മളൊക്കെ ഇനി എത്ര ഇല്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞാലും പിന്നെ നമ്മളെ മുർമു രാഷ്ട്രപതി പറഞ്ഞാലും എല്ലാരും പറഞ്ഞാലും അങ്ങനെ ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കുറച്ചു പേർക്കോട് സാധിച്ചിട്ടുണ്ട്. അതൊരു ടെക്നോളജിയുടെ ഒരു വിജയമാണ്. ഇനി ആദ്യം സംസാരിച്ച സുഹൃത്ത്, അദ്ദേഹം PC ജോർജിനെക്കാളും അപ്പുറത്തേക്കാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 900 ചില്ലാനം നിയർലി 1000 കേസ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അത്ഭുതപ്പെടുത്ത, അതും കോവിഡിന് ശേഷം എന്നാ പറഞ്ഞത്. കോവിഡിന് ശേഷം എന്നും പറഞ്ഞാൽ 2-3 കൊല്ലത്തിനുള്ളിൽ ഇത്ര സ്ത്രീകൾ, ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ ട്രാപ്പിനിരയായി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹം ആലോചിക്കേണ്ട വിഷയമാണിത് അല്ലേ? ഇദ്ദേഹം പറയുന്നു, അവരുടെ ചോദിക്കുന്നു ഏതോ ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വിക്ടിംസിന്റെ പേര് പറഞ്ഞ പ്രശ്നം. വിക്ടിമിന്റെ പേര് പറയണ്ട, ഇതിലെ പ്രതിണ്ടല്ലോ, വില്ലന്മാരെ പേര് പറയല്ലോ. അവരെ പേര് പറയാതിരുന്ന് നിങ്ങൾ ആരെയാണ് ഈ സഹായിക്കണേ? തട്ടിക്കൊണ്ടുപോയതിന്റെ പേര് പറയാം, പെൺകുട്ടികളുടെ പേര് പറയണ്ട. തട്ടിക്കൊണ്ടുപോയ ഒരുത്തണ്ടല്ലോ നിങ്ങളെ കണ്ണിൽ, ജിഹാദിയായ ഈ മുസ്ലിം, ഓന്റെ പേരെടുത്ത് കൊടുക്ക പോലീസിന്. 1000 കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ 1000 തൂക്കിലിട്, 1000 കൊണ്ടുപോയി ജയിലിലിട്. ഒരു മുസ്ലിം സംഘടന പോലും ജാമ്യത്തിൽ എടുക്കാൻ പോലും വരില്ല. ഇത് എന്തൊരു അപസർപ്പക കഥയാണിത്.
പണ്ട് ഈ അമർ ചിത്രകഥറി പറയുന്നത് പോലെ ഇതൊക്കെ പറയാൻ കുറച്ച് ഉളുപ്പ് വേണ്ടേ? ഇത്ര 1000 മുസ്ലിം ചെറുപ്പക്കാർ വന്ന് കണ്ണു കാണിക്കുമ്പോഴത്തേനും പോകാൻ മാത്രം അത്രയധികം പക്വതയില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, പിന്നെ എന്താണ് പിന്നെ എന്താ പറയാ, മാനസിക ബലമില്ലാത്ത പെൺകുട്ടികളാണോ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ? ഇയാൾ ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികളെ നേരെ കടുത്ത ആക്ഷേപിച്ചിരിക്കുകയാണ് അല്ലേ? ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യനെ സെർവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഈ ക്രിസ്ത്യൻ സ്ത്രീകൾ. എന്റെ അനുഭവത്തിൽ എന്റെ ക്ലാസ്മേറ്റുകൾ, നഴ്സസ് സംഭവം ഒക്കെ എടുക്കുക. അതൊരു ജോലി എന്ന് മാത്രമല്ല, അത് കർത്താവിലേക്ക് അനുഗ്രഹീതമായ ഭാവിയിലെ പരലോക ജീവിതത്തിൽ മുതൽക്കൂട്ട എന്ന കോൺസെപ്റ്റിൽ ജാതിയും മതവും നോക്കാതെ ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന നമ്മുടെ മാലാഖമാരോ എന്ന് പറഞ്ഞ നഴ്സ്, ആ ജോലി സ്വയം തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ശ്രീ ഷാഫി ചാലിയം, അപ്പോഴും ഇതിനൊരു വല്ലാത്ത ഭീതി ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഈ ഭീതി ഉണ്ടാക്കപ്പെടുന്നതിൽ രണ്ട് ഭാഗത്തുമില്ലേ കുറ്റം? ഈരാറ്റുപേട്ടയിൽ വെൽഫെയർ പാർട്ടിയുടെ റാലി നടക്കുന്നു, ബിഷപ്പ് ഹൗസിന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നു. ഈ തരത്തിലുള്ള, അതായത് PC ജോർജിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോലം കത്തിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിനുള്ളിൽ ആളി കത്തിക്കുന്ന ഒരു പേടിയുണ്ട്. മുസ്ലിം സംഘടനകൾക്ക്, ഈ പ്രതിഷേധവുമായി വരുന്ന മുസ്ലിം സംഘടനകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? അതാർക്കായിരിക്കും ഈ പ്രതിഷേധമൊക്കെ സഹായമുണ്ടാക്കുക എന്ന് പോലും മിനിമം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ലേ? വളരെ പ്രധാനപ്പെട്ട, വളരെ കാലിക പ്രസക്തമുള്ള ഒരു ക്വസ്റ്റ്യനാണ് അപർണപ്പം ചോദിച്ചത്. വളരെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ ചിലത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം എന്ന് ചിലർ സംശയിച്ചു പോകാനുള്ള കാരണങ്ങളൊക്കെ സമുദായത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആ പാലാ ബിഷപ്പ് നടത്തിയ പരാമർശം, ആ പരാമർശത്തോട് ഞങ്ങളെ വന്ധ്യനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പത്രക്കാർ ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഒറ്റ മറുപടിയാ, അതൊരു ഡിബേറ്റിൽ എടുക്കേണ്ട വിഷയമേ അല്ല. ഒറ്റ വാക്കാണ്, അതൊരു ഡിബേറ്റിൽ എടുക്കേണ്ട വിഷയമേ അല്ല. കേരളത്തിന് അത് ഗുണം ചെയ്യില്ല. അതാണ് ലീഗിന്റെ പ്രതികരണം. എന്നാൽ അവിടേക്ക് മാർച്ച് നടത്താൻ പലരും പോയി. അപകടമാണത്. ഒരു ക്രിസ്ത്യൻ ചർച്ചിന് നേരെ ഒരു കമ്മ്യൂണിറ്റി മാർച്ച് നടത്താറിനാൽ തോന്നിവാസമാണ്, തെമ്മാടിത്തരമാണ്. അത് മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ ഉണ്ടാക്കിയ പരിക്ക് വലുത. ഈ സമൂഹത്തിൽ ഇവന്മാരുടെ പ്രാതിനിധ്യം എത്രയാണ്? 2% പോലും ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതേമാതിരി ഇന്ന് വെൽഫെയർ പാർട്ടി നടത്തി എന്ന് പറഞ്ഞ ഒരു സാധനം എന്റെ സത്യത്തിൽ പെട്ടത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ചെയ്താൽ PC ജോർജിനാണ് ഗുണം. PC ജോർജ് വഴി ജനറേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിന് ബൂസ്റ്റിംഗ് കൊടുക്കുന്ന ഒരു നടപടിയായി പോയി നിർഭാഗ്യവശാൽ അത്. കാരണം ഇത്തരം വിഷയങ്ങൾ തെരുവിലേക്കല്ല കൊണ്ടുവരേണ്ടത്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളത് പോലീസിന് കൊടുത്തു. ഞങ്ങളത് കൊടുത്തിട്ടില്ല, എന്താ സംഭവിക്കുക? മുസ്ലിം സമുദായത്തിന് നേരെ ഇത്ര മോശമായ പരാമർശം നടത്തിയിട്ട് മുസ്ലിം ലീഗ് മുട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഈ തീവ്ര സ്വഭാവമുള്ള സാധനങ്ങൾ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നിയമവിധേയമായ ഒരു രീതിയിൽ ഞങ്ങൾ അവിടെ ഒരു പരാതി കൊടുത്തു. ഈ പോലീസ് ആക്ട് ചെയ്തില്ലെങ്കിൽ, ഒരു പരാതി കൊടുത്ത് ഒരു മാസത്തിനുള്ളിൽ പോലീസ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജില്ലാ കോടതി സമീപിക്കാം. ഇന്ത്യ രാജ്യത്ത് ഇത്തരം സംവിധാനങ്ങളുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്ന് പലരുടെ ചർച്ച ഞാൻ കേട്ടിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ഇന്ന് TG മോഹൻദാസ് ഒരു സംഘപരിവാർ പ്രതിനിധിയാണ്. അദ്ദേഹം ഇന്നൊരു സ്വകാര്യ ചാനലിൽ പറയുന്നുണ്ട്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഉടനെ കെട്ടിച്ചു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറയാൻ ആരുമില്ല. എന്നാൽ 24 വയസ്സ് ആയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കുട്ടികളെ കെട്ടിക്കണം, പെൺകുട്ടികളെ കെട്ടിക്കണമെന്ന് PC ജോർജ് പറഞ്ഞോട് കൂടി PC ജോർജിനോട് ഇതാ കേസെടുക്കാതെ. PC ജോർജിനുള്ള പരാതി 24 വയസ്സായ കെട്ടിക്കണം എന്ന് പറഞ്ഞ ആ വാക്കിനോടാണോ? ഒരിക്കലല്ലോ. ഇതിനൊക്കെ കണ്ട് മാറ്റി മറിക്കുന്ന ഒരു രീതി നോക്കൂ നിങ്ങൾ. എന്താ അതിൽ 2 പരാമർശമല്ല, ഒന്ന് അപർണയോട് നടത്തിയൊരു പരാമർശമുണ്ട്. ഈ 3 കുറിച്ച് ഈ പാനലിലുള്ള ഒരു അഭിപ്രായം, നിങ്ങളെ അഭിപ്രായം ഇരിക്കുമെന്ന് അറിയണം. ഒന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇല്ലാത്ത പെരുപ്പിച്ച ഒരു കണക്ക്. അതിലെവിടെ മതനിന്ദ എന്ന് ചോദിച്ചാൽ ലവ് ജിഹാദ് പ്രകാരം ഒരു താലൂക്ക്, മീനച്ചിൽ താലൂക്ക് മാത്രം 400 പേര് പോയി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയല്ല. അത്യന്തം ഗുരുതരമായ ഒരു സംഭവമാണ്. കേൾക്കണം. മാത്രമല്ല, ആ PC ജോർജിനെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ യൂട്യൂബർമാരുടെ ഒരു തള്ളോട് തള്ളാണ്. ഒരുപാട് അത് ഇങ്ങനെ പ്രക്രിയ നടക്കുകയാണ്. അത് കഴിഞ്ഞ് അവസാനം അദ്ദേഹം നടത്തിയ പ്രസംഗം കൺക്ലൂഡ് ചെയ്തതാ, ഇവിടുത്തെ ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒന്നിച്ചു നിൽക്കണം. മൂന്നാമത്തെ സമുദായം മുസ്ലിം എന്താ എവിടുക്കാ പോണ്ടത്?
ഹിന്ദു ക്രിസ്ത്യൻ സൗഹൃദം അത് മാത്രമാണോ വേണ്ടി? ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സൗഹൃദം വേണ്ടേ? അവിടെ എന്തിനാ മുസ്ലിമിനെ മാറ്റി നിർത്തിയത്? ഈ പൗരത്വം കൊടുക്കുമ്പോൾ മുസ്ലിമിനെ മാറ്റി നിർത്തിയത് പോലെ ഇനി മുതൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ. ഒരു കാര്യം കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് അപർണയുമായി ഒരു ചർച്ചയിൽ വന്നല്ലോ, ഒരു ടെലിഫോണിക് ചർച്ച. ആ ചർച്ചയിൽ അവർ എന്താണ് പറഞ്ഞ വാക്ക്? ഇന്നും ഇതാ ഒരുത്തൻ അടിച്ചു കൊണ്ടുപോയി, ഒരു ചന്ത മുസ്ലിം. ഏതാ ഈ ചന്ത മുസ്ലിം? എന്താണ് ആ പരാമർശം? അതൊക്കെ ഈ കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുന്നത് ഈ പിണറായി വിജയനോണ്ടാ. അത് തമിഴ്നാട്ടിൽ പോയി എന്ന് പറഞ്ഞു നോക്കി, സ്റ്റാലിൻ തൂക്കിയെടുത്തുകൊണ്ടുപോകും. ബാംഗ്ലൂർ പോയി പറഞ്ഞു. ഞാൻ തിരികെ എത്താം ശ്രീ